എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരീയം ചാനൽ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം. സുഹൃത്തുക്കളെ, വളരെ പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം ഞാൻ ഗണ്ടാന്തദോഷങ്ങളെ പറ്റിയും മറ്റും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് ജാതക എങ്ങനെ നമ്മൾ നോക്കണം എന്ന വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുകേതുക്കളുടെ മാറ്റത്തെപ്പറ്റിയും അതിലും സ്പെഷ്യലി വൃശ്ചിക രാശിക്കാർ കൂടുതൽ പ്രേക്ഷകർ എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കാൻ പറഞ്ഞു, അതിനെപ്പറ്റി അറിയണം, അതിനെപ്പറ്റി ഒരു വീഡിയോ തരണമെന്ന് പറഞ്ഞു. അവരുടെ ആഗ്രഹപ്രകാരം ഞാൻ ഈ ഒരു എളിയ വീഡിയോ തരികയാണ്. സുഹൃത്തുക്കളെ, ആദ്യമേ പറയട്ടെ, ഞാൻ ഈ രാഹുകേതുക്കളെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രാഹു കേതുക്കൾ എന്ന് പറയുന്നത് ഒരു ഗ്രഹങ്ങളല്ല. അത് നമ്മൾ പ്ലാനറ്റായിട്ട് എടുക്കുന്ന 9-ലെ 2 പ്ലാനറ്റായിട്ട് എടുക്കുന്നെങ്കിലും അത് നിഴൽ ഗ്രഹങ്ങളാണ്. നിഴൽ ഗ്രഹങ്ങൾ മീൻസ് 2, അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നമുക്കറിയാം ആ ഒരു ആൾട്ടർനേറ്റീവ് വേവ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതായത് സിങ്സാങ് ആയിട്ടുള്ള വേവ്സ്, ആ മൂവ്മെൻ്റാണ് എപ്പോഴും ചന്ദ്രന് സൂര്യനും ചുറ്റിനും പോകുമ്പോൾ ആ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ആ മൂവ്മെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളിത് ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഒരു ഷാഡോ, അതായത് ഈ രണ്ടിൻ്റെയും കൂടെ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യും. ഈ ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ. ഈ നിഴലാണ് യഥാർത്ഥമായിട്ടും രാഹുകേതുക്കൾ. എന്താണ് ഇതിന് പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷത്തിലെ പല കാര്യങ്ങളും നിശ്ചയിക്കുന്നത് രാഹുകേതുക്കളാണ്. നമ്മുടെ ഈ 12 ഘട്ടങ്ങൾ, അതായത് 360 ഡിഗ്രിയിലിരിക്കുന്ന ഭൂമി, ആ ഭൂമി നമ്മളിപ്പോൾ നോക്കുമ്പോൾ 360 ഡിഗ്രി നോക്കുമ്പോൾ അത് എന്ന് വരുന്ന ഗ്രഹങ്ങളുടെ ബീംസ്, ഗ്രഹങ്ങളുടെ ആ ഒരു റേസ് നമ്മുടെ ആ രാശിഘട്ടത്തിൽ പതിക്കുമ്പം ഈ നിഴലുകൾ, അതായത് രാഹു കേതുക്കളുടെ നിഴലുകൾക്കുള്ളിൽ പോയി കഴിഞ്ഞാൽ അതവിടെ മറയ്ക്കപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ചില രാശികളിൽ രാഹു കേതുക്കളുടെ നിഴലുകൾ, നമുക്ക് ഒരു നിഴൽ അവിടെ എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓരോ 12 രാശികളുണ്ട്. 12 രാശികളിൽ ഓരോ നിഴലുകൾ മൂവ് ആകുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വന്നിട്ട് ഈ മറ്റ് ഗ്രഹങ്ങളുടെ എനർജി വന്നിട്ട് കുറയും. ആ ഒരു ഷാഡോ ഉള്ളതുകൊണ്ട് കുറയും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ 7 ഗ്രഹങ്ങളും 2 നിഴൽ ഗ്രഹങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് അറിയാം, നമുക്ക് ഓപ്പോസിറ്റായിട്ടായിരിക്കും നമ്മുടെ നിഴൽ പോകുന്നത് അല്ലേ? അതുപോലെ രാഹുകേതുക്കളും ആരൂഢത്തിൽ ഓപ്പോസിറ്റായിട്ടാണ് വർക്കാകുന്നത്, നമ്മൾ എടുക്കുന്നത്. നമ്മൾ മറ്റെല്ലാ ഗ്രഹങ്ങളിലും ക്ലോക്ക് വൈസ് എടുക്കുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ ആരൂഢത്തിൽ എടുക്കുന്നത്. അപ്പോൾ അതിന് കാരണം ഇതാണ്. ഇനി രാഹുകേതുക്കളുടെ രൂപം എന്താണ്, അത് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ? രാഹുകേതുക്കളുടെ രൂപം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ശിവഭഗവാന്റെ കയ്യിലിരിക്കുന്ന ധമരു, ഈ ധമരു എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ഡ്രമ്മുമാരി ഉണ്ടാവും അല്ലേ? ഇതെന്തിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് ആക്ച്വലി രാഹു കേതു ഭഗവാന്റെ അവരുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ 2 സൈഡും കുറച്ച് വലുതായിട്ടുണ്ടാവും, സെൻറ്ററിൽ അങ്ങനെ കുറച്ച് ചെറുതായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഫുള്ളായിട്ട് ഒരേമാതിരി അല്ലത്. അതിൻ്റെ ഡയ നോക്കിയാൽ 2 സൈഡും ഒരേ ഡയ ആയിരിക്കും. പക്ഷേ സെൻറ്ററിലോട്ട് വരുമ്പോൾ അതിങ്ങനെ കുറച്ച് ഡയ കുറഞ്ഞു വരിക്കും. ഇത് ധമരു എന്ന് പറയും. ഇതെന്താണ് സങ്കല്പിക്കുന്നത്? യഥാർത്ഥത്തിൽ രാഹുകേതുക്കൾ ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ രാഹു എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വളരെ വികസിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പം രാഹു ചില രാശികളിലൊക്കെ ഇരിക്കുമ്പം നമ്മൾ വളരെ എന്താ പറയുന്നത്, അത് വന്നിട്ട് എക്സൈറ്റ് ആകും. അത് വലിച്ചു നീട്ടില്ല, പൊറോട്ട വലിച്ചു നീട്ടുന്ന പോലെ അങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കും. ഏതിനെയും വന്നിട്ട് അതിശയോക്തി കലർന്ന ഒരു ചേർത്ത് അതിനെ ഭീമാകാരമാക്കി മാറ്റുകയാണ് രാഹുവിൻ്റെ പണി. ഇത് രാഹുവിൻ്റെ പണിയാണ്. കേതു നേരെ ഓപ്പോസിറ്റാണ്. എത്ര വലിയ കാര്യമായാലും അത് ചുരുക്കി ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനാണ് കേതു ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? രാഹു വന്നിട്ട് നിറയെ നമുക്ക് ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള ആഗ്രഹങ്ങൾ തരും, അതിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. കാരണം കൂടുതൽ അത്യാഗ്രഹമാണല്ലോ മിക്കവാറും ആപത്തിലേക്ക് വരുന്നത്. ഇത് രാഹുവിൻ്റെ പോർട്ട്ഫോളിയോ. കേതു എന്താകും? ഏത് വലിയ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിനെ അങ്ങനെ ചുരുക്കി
മനസ്സിനെ അങ്ങനെ അങ്ങനെ വിട്ട് 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 അങ്ങനെ ഒരു പോയിന്റിലേക്ക് വരും. എന്നിട്ട് സിസർ കാണിക്കുന്ന പോലെ, സിസർ വെച്ച് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് കളയും. ഇതാണ് കേതുവിൻ്റെ പണി. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു വലിയൊരു ഡിഫറൻസ് മനസ്സിലാക്കിയെന്നാൽ നല്ലതാണ്. നമ്മളിപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഈ വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ വൃശ്ചിക രാശിക്ക് ഇത്ര പ്രാമുഖ്യം കൊടുക്കുന്നത് അറിയാമോ? വൺ ഓഫ് ദ ബെസ്റ്റ് രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അനുഭവിച്ച് അതിൻ്റെ നല്ലതും ചീത്തയും മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവുള്ള ഒരു രാശിയാണ് വൃശ്ചിക രാശി. അതിലേക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഒരു വലിയ ബോർവെല്ല് മാതിരി ഉണ്ടാവും, അത്ര ആഴം ഉണ്ടാവും. നമ്മൾ അങ്ങോട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട്, അവർക്ക് ഈ വൃശ്ചിക രാശിക്കാർക്കൊക്കെ പൊതുവെ രഹസ്യങ്ങൾ വളരെ കൂടുതലായിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് മണ്ണെടുക്കുക വീണ്ടും വീണ്ടും താഴോട്ട് ആ രഹസ്യ പുതയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് വൃശ്ചിക രാശി. പക്ഷേ വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിൽക്കുന്ന 3 നക്ഷത്രങ്ങൾ നിങ്ങൾക്കറിയാം. മെയിനായിട്ട് വൃശ്ചിക രാശിയിലുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖം, അനിഴം, കേട്ടയല്ലേ. ഈ 3 നക്ഷത്രങ്ങൾ, അതായത് ഗുരുവിൻ്റെയും പിന്നെ ശനി ഭഗവാന്റെയും പിന്നെ ബുധൻ്റെയും, നിങ്ങൾ നോക്കിക്കോളൂ. ഈ 3 ഗ്രഹങ്ങളും 3 തരത്തിലുള്ള 3 എൻ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും അല്ലേ. ഇത് 3ഉം വന്നിട്ട് ഒരേ രാശിയിൽ, അതായത് ചൊവ്വായുടെ രാശിയായിട്ടുള്ള വൃശ്ചികത്തിൽ നിൽക്കുമ്പം അതിൻ്റെ ആ ഒരു ഡിഫറൻസ്, വൃശ്ചികം തന്നെ ഒരു ജസ്റ്റ് ലൈക്ക് എ ഫ്ലവർ എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് അതിലെങ്ങനെ ഓരോ പെറ്റലും ഓരോ ദളങ്ങളും വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് വൃശ്ചികത്തിൽ. അതുകൊണ്ട് വൃശ്ചികത്തിനെ എല്ലാത്തിനെയും ഒരേമാതിരി കമ്പയർ ചെയ്യരുത്. വൃശ്ചികത്തിൽ നല്ല ഉയർച്ചയിൽ പോയിട്ടുള്ളവരുമുണ്ട്, പലരും വഴിയിൽ പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവരുമുണ്ട്, ഉയർത്തെഴുന്നേക്കാൻ പറ്റാത്തത്ര കടങ്ങളും വിഷമങ്ങളും ഉള്ളവരുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരേ ബ്രാൻഡിൽ വന്നിട്ട് വൃശ്ചിക രാശിയിലുള്ള അതായത് വിശാഖത്തിൻ്റെ ലാസ്റ്റ് പാദങ്ങൾ, ശനി ഭഗവാന്റെ അതായത് അനിഴത്തിൻ്റെ ഭാവം, അല്ലെങ്കിൽ പിന്നെ ബുധൻ്റെ തൃക്കേട്ടയുടെ ഭാവം എല്ലാം ഒന്നായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ജനറലായിട്ട് ഞാൻ പറഞ്ഞതിലുള്ളൂ. ഇനി നമുക്ക് 2025 ഈ വൃശ്ചിക രാശിയെ എങ്ങനെയാണ് രാഹുകേതുക്കൾ ബാധിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ രാഹുകേതുക്കൾ നമ്മൾ വൃശ്ചിക രാശിയായിട്ടുണ്ട്, വൃശ്ചിക ലഗ്നവും രണ്ടും രണ്ടാണ് സുഹൃത്തുക്കളെ. ഈ വൃശ്ചിക ലഗ്നം എന്ന് പറയുമ്പോൾ എന്താണ് ലഗ്നത്തിനും രാശിക്കും, നമ്മൾ ലഗ്നവശാൽ എടുക്കുന്നതിനും രാശിവശാൽ എടുക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, ലഗ്നവശാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് വൃശ്ചികത്തിൻ്റെ 4ാം ഭാവത്തിലാണ് ഇപ്പോൾ രാഹു വരാൻ പോകുന്നത് അല്ലേ. വൃശ്ചികത്തിന് 4ാം ഭാവത്തിലാണ് രാഹു, അതുപോലെ 10ാം ഭാവത്തിലാണ് കേതു നിൽക്കാൻ പോകുന്നത്. യഥാക്രമം പൂരിട്ടാതി നക്ഷത്രത്തിലും ഉത്തരം നക്ഷത്രത്തിലുമാണ് ഈ 2 നിഴൽ ഗ്രഹങ്ങൾ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 4ാം ഭാവം ഒരു ലഗ്നവശാൽ നോക്കുമ്പോൾ ഒരു വൃശ്ചിക ലഗ്നക്കാരനെ 4ാം ഭാവം എങ്ങനെ ബാധിക്കും? ആ 4ാം ഭാവത്തിൻ്റെ പിന്നെ ഓരോ ഭാവത്തിനും ഓരോ പിന്നെ കാരകത്വങ്ങളുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഉദാഹരണമായിട്ട് 1ാം ഭാവം എന്ന് പറഞ്ഞാൽ സെൽഫ്, അവരെ പറ്റി തന്നെ പറയും. 2 സഹോദരൻ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോൾ 4ാം ഭാവം എന്താണ്? അമ്മ. മനസ്സിലായില്ലേ? 10ാം ഭാവം എന്താ? അമ്മായിയമ്മ. അപ്പം ഈ വൃശ്ചിക രാശിയിലെ ഒരു വൃശ്ചിക ലഗ്നക്കാരനെ ഈ പ്രാവശ്യം നമ്മൾ ലഗ്നം എങ്ങനെ ബാധിക്കാൻ പോകുന്നത്, രാഹു എങ്ങനെ ബാധിക്കാൻ പോകുന്നതെന്ന്, അമ്മയ്ക്ക് ചെറിയ അസുഖങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അത് രാഹുവിൻ്റേതായിട്ടുള്ള ചില രാഹു മെയിനായിട്ട് തൊലിപ്പുറത്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കാൻ, അത് വ്യാധി ഉണ്ടാക്കാനൊരു മിടുക്കനാണെന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു ചാൻസ് കൂടുതലുണ്ട്. അതുപോലെ ഇത് തന്നെയാണ് നമ്മുടെ അമ്മായിയമ്മമാർക്കും ഉണ്ടാകാൻ പോകുന്നത്. ലഗ്നത്തിന്, അതായത് വൃശ്ചിക ലഗ്നക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതേ സമയത്ത് വൃശ്ചിക രാശിക്കാർക്ക് അതെങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ അവരവരുടെ സ്വന്തം അവയവങ്ങളെ ബാധിക്കുന്നതെന്ന് പറയാം. അവയവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 4ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണങ്കാലാണ്, നമ്മുടെ കണങ്കാലെന്ന് പറയത്തില്ലേ, അതാണ്. 10ാം ഭാവം എന്ന് പറയുന്നത് വയറാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലപുരുഷൻ്റെ പിന്നെ ഈ മകരരാശി, നമ്മുടെ കുംഭരാശിയാണല്ലോ വൃശ്ചികത്തിൻ്റെ 4ാം ഭാവമായിട്ട് വരുന്നത്. അത് വന്നിട്ട് കണങ്കാലാണ്.
മനസ്സിലായില്ലേ? അതുപോലെ ഈ പിന്നെ ചിങ്ങരാശിയാണ് 10ാം ഭാവമായിട്ട് വരുന്നത്. അപ്പോൾ അത് വയറാണ്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൺഫ്യൂസ് ആകരുത്. കാരണം രാശി നമ്മൾ നോക്കിയാൽ എങ്ങനെയായി 4ാം ഭാവം എന്ന് പറയുന്നത് പിന്നെ കണങ്കാലാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാരണം. ഓക്കെ. അപ്പോൾ മെഡിക്കൽ അസ്ട്രോളജി നമ്മൾ നോക്കുമ്പം ഈ വൃശ്ചിക രാശിക്ക് ഇതിങ്ങനെ ബാധിക്കും. രാശിക്കും ലഗ്നത്തിന് എങ്ങനെയാണ് ഇതിൻ്റെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലുള്ള കാരകത്വങ്ങളൊക്കെ വന്നിട്ട് ലഗ്നഭാവങ്ങളെ കൊണ്ട് നമ്മൾ നോക്കണം. നമ്മുടെ സ്വന്തം, അതായത് നമ്മുടെ അവയവങ്ങളെ നമുക്ക് ലൈഫിനെ ബാധിക്കുന്ന ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ രാശിയെ കൊണ്ട് നോക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഞാൻ പൊതുവേ വന്നിട്ട് വൃശ്ചിക രാശിയുടെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിപ്പം ഈ ഗ്രഹങ്ങളിലെ ഇനിയിപ്പം 3 നക്ഷത്രങ്ങൾ എങ്ങനെയാണ് രാഹുവിനെയും കേതുവിനെയും ബാധിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതായത് രാഹു വന്ന് പൂരിട്ടാതി നക്ഷത്രത്തിൽ വന്ന് നിൽക്കുന്നു. പൂരിട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വിശാഖത്തിൻ്റെ, നമ്മൾ ആദ്യം വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയാണല്ലോ വൃശ്ചിക രാശി എന്ന് പറയുന്നത്. അപ്പോൾ വിശാഖത്തിൻ്റെ 10ാമത്തെ നക്ഷത്രമാണ്. ഇപ്പം നമ്മളെ അതായത് സ്റ്റാർ അസ്ട്രോളജി പ്രകാരം 10ാമത്തെ രാശി, 10ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രമാണ്. ഈ വിശാഖ നക്ഷത്രത്തിന് പൊതുവെ, അതായത് വൃശ്ചിക രാശിയിലുള്ള വിശാഖ നക്ഷത്രത്തിന് പൊതുവെ മാനസികമായി പല ടെൻഷൻസും അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്. സുഹൃത്തുക്കളെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഇത്ര നെഗറ്റീവായിട്ട് എന്താ സംസാരിക്കുന്നത്. നെഗറ്റീവായിട്ടല്ല, നമുക്കുള്ള പ്രശ്നങ്ങളുമാണ് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് മുന്നോട്ട് പോകാം. ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ നല്ല മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ ആ സ്ട്രെസ്സിനെ എങ്ങനെ റിലീവ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ പിന്നെ ഇത് അനിഴ നക്ഷത്രത്തിനാണ് 9ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 9ാമത്തെ നക്ഷത്രത്തിലേക്കാണ് വരുന്നത്. ഈ 9ാമത്തെ നക്ഷത്രം തീർച്ചയായിട്ടും പരമമൈത്രധാരയാണ്. അത് കൂടുതൽ അനിഴ നക്ഷത്രത്തിന് രാഹു വന്നിട്ട് ശരിക്കും വലുതായിട്ടൊന്നും ഉപദ്രവിക്കാൻ പോകുന്നില്ല, കുറവായിരിക്കും. കാരണം രാഹുവിൻ്റെ ഒരു നല്ല ഇത് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി 3ാമത് മൈത്രധാര ആരാണ്? പിന്നെ നമ്മുടെ കേട്ട നക്ഷത്രത്തിൻ്റെ മൈത്രധാരയും കൂടാണ്. അപ്പോൾ അതിന് വലുതായിട്ട് രാഹുവിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരില്ല എന്നർത്ഥം. ഇനി കേതുവിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കേതുവിൻ്റെ പിന്നെ 24ാമത്തെ നക്ഷത്രമാണ് ഏത്? അതായത് ഉത്തരവല്ലേ നമ്മളെ കേതു നിൽക്കുന്നത്. അത് വന്നിട്ട് വിശാഖത്തിൻ്റെ 24ാമത്തെ നക്ഷത്രമായതുകൊണ്ട് തന്നെ അത് ദൈവാനുകൂല നക്ഷത്രമാണ്. അപ്പോൾ കേതു വന്നിട്ട് നിങ്ങൾക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്ന നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ പക്ഷേ അനിഴത്തിന് കേതു വന്നിട്ട് പ്രത്യുതധാരയിലാണ്. അതായത് കുറച്ച് വീണായിട്ട് ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേതുവിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ കേട്ടയെ സംബന്ധിച്ചിടത്തോളം 22 ക്ഷേമധാരയിലാണ്. പൊതുവെ രാഹുകേതുക്കൾ കേട്ട നക്ഷത്രത്തിനെ വളരെ ബാധിക്കത്തില്ല ഈ ഒരു 2025 എന്നാണ് കാണുന്നത്. പിന്നെ എന്താണ് ഇതിന് പരിഹാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ക്ഷേത്ര പരിഹാരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കാളഹസ്തി ഒരു വലിയ പരിഹാരമാണ്. കാരണം കാളഹസ്തിയിൽ രാഹുവിനെയും കേതുവിനെയും നമുക്ക്, രാഹു എന്ന് പറയുന്ന കാളഹസ്തിയിൽ ഭഗവാന്റെ കിരീടത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരത്ത് പോകുമ്പോഴും ഭഗവാൻ എവിടെയാണ് ആ എനർജി സെൻറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം രാഹുവിൻ്റെ അതായത് ഭഗവാന്റെ ശിവൻ്റെ പിന്നെ കിരീടത്തിലാണ് ആരിയിരിക്കുന്നത്? രാഹു ഇരിക്കുന്നത്. അതുപോലെ അമ്മയുടെ ഉദ്യാനത്തിലാണ് കേതു ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മളവിടെ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് എവിടെയാണ് ഒരാളിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കയറ് കെട്ടുക എന്ന് കേട്ടിട്ടില്ലേ? ശരിക്കും കയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ജപിച്ച് കെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇതെന്തിനാണെന്നറിയാമോ? ചരട് കെട്ടുക എന്നൊക്കെ പറയത്തില്ലേ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ ഈ രാഹുകരുക്കളാണുള്ളത്. രാഹുകരുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിട്ടൊരു സർപ്പത്തിൻ്റെ രൂപമാണ്. അപ്പോൾ അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ചരടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ട് രാഹു എവിടെ നിൽക്കുന്നതെന്ന് അറിയാമല്ലോ. എവിടെ? അതായത് കുംഭൻ രാശിയാണ്. കുംഭത്തിൻ്റെ അധിപനാരാ? ശനിയാണ്. ശനിയുടെ കളർ എന്താണ്? കറുപ്പാണ്. അപ്പം നമ്മൾ കറുപ്പ് കയർ ഇപ്പം നമുക്ക് പ്രിഫർ ചെയ്യാം.
കാരണം അത് രാഹുവിനെ കൺട്രോൾ ചെയ്യാൻ കറുത്ത കയറ് തീർച്ചയായിട്ടും നമുക്ക്, അതുപോലെ തന്നെ ചിങ്ങത്തിൽ നിൽക്കുന്ന കേതുവിനെ, ചിങ്ങം എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്. സൂര്യൻ്റെ കളർ എന്താ? സാഫ്രോൺ അല്ലേ, കുങ്കുമ കളറ്. അപ്പോൾ ആ കളറുള്ള ചരട് കേതുവിനെയും കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ സഹായിക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു പരിഹാരം തന്നെയാണ്. അതുപോലെ കാളഹസ്തി ക്ഷേത്രത്തിൽ പോകാം. അതുപോലെ രാഹുർ ദോഷമുള്ളവർ തീർച്ചയായിട്ടും അടുത്തുള്ള അതായത് നമ്മൾക്കൊക്കെ പിന്നെ കാവുകൾ, അടുത്തുള്ള സർപ്പക്ഷേത്രങ്ങളുണ്ട്. അവിടെ പോയി തീർച്ചയായിട്ടും നമ്മൾ വിളക്ക് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് നല്ലൊരു പരിഹാരം കിട്ടുന്നതാണ്. പൊതുവേ വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം രാഹുകേതുക്കൾ വലുതായിട്ടൊന്നും ബാധിക്കാൻ പോകുന്നില്ല. എന്നാലും പൊതുവേ ഞാൻ ഈ പറഞ്ഞ ഒരു ചില കാരണങ്ങളുണ്ട്. അതിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല്. ദയവ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോകൾ ഇടാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും എന്നെ പ്രേരിപ്പിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.